ടു അനന്തർ വീഡിയോ ഗൈസ്. അപ്പം നമ്മുടെ ഈ ബ്ലോക്കിലോട്ട് ഞാൻ ഓർഡർ ചെയ്തൊരു സാധനം വരുന്നുണ്ട്. ഓക്കെ, കൊറിയർ കിട്ടിയേക്കുവാണ്. എൻ്റെ ചേച്ചിയാണ് ചേട്ടനാണോ കൊണ്ട് തന്നത്. എൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഷൂ ആണ് ഗൈസ്, ജിമ്മിലിടാൻ. എന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ തൊട്ടാഴി ജിമ്മുണ്ടല്ലോ, അപ്പോൾ ജിമ്മിൽ പോകുന്നൊരു പ്ലാനാണ്. നടക്കില്ലെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഷോപ്പിൽ നിന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡെലിവറി ആക്കുള്ളൂ ഇതുപോലെ സാധനമൊക്കെ മേടിക്കുന്നത്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ലോഗിൻ ചെയ്യാൻ നേരം നമുക്ക് അതിൽ നിന്ന് ഇത്ര പെർസെൻറ്റേജ് ഫ്രീയാണ് എന്ന് പറഞ്ഞാൽ 21 ഓരോരുത്തർക്കും 22 റിങ്കറ്റ് വരെ സാധനം മേടിക്കുന്ന ഒറ്റ ഒരു സാധനം ഷോപ്പ് ചെയ്യുന്ന ഫ്രീയാണ്. അങ്ങനെ ഈ സാധനത്തിന് അങ്ങനെ 20-21 റിങ്കറ്റിനൊക്കെ ഇതിൻ്റെ വില ഈ ഷൂവിൻ്റെ. ഇതന്നെ ജിമ്മി ഇടുന്ന ടൈപ്പ് ഷൂ ആണ് ഗൈസ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടി, ബ്രോയ്ക്കും കിട്ടി, എനിക്കും കിട്ടി. അപ്പം ഇവിടെ വരുന്നവർക്ക് ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇത് അറിയത്തില്ലെന്ന് തോന്നുന്നു. ഈ ഷോപ്പിൽ നിന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിനകത്ത് നമുക്ക് എത്ര 21 അല്ല 22 റിങ്കറ്റ് ഫ്രീയാണ്. അപ്പോൾ അതിനുള്ളിൽ നിൽക്കുന്ന സാധനമൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ 1-2 രൂപ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഞാൻ അവിടെ കൊടുത്ത 1.9 ഒരു 2 റിങ്കറ്റ് കൊടുത്ത് ബാക്കി 10 പൈസ അങ്ങോട്ട് തിരിച്ചു വരും. ഇവിടെ പൈസയ്ക്കൊക്കെ നല്ല വാല്യൂ ഉണ്ട്. 10 പൈസ തിരിച്ച് എന്ന് പറഞ്ഞാൽ വെച്ചോളാം. അങ്ങനെയാണ് പൈസ. ഇവിടെ ആർക്കും അറിയത്തില്ലെന്ന് തോന്നുന്നു. ഇവിടെ വരുന്ന സ്റ്റുഡൻസിനൊക്കെ അത് ഉപകാരപ്പെടും. ബ്രോ എന്നെ കെറ്റിലും മേടിച്ചു നമുക്ക് ചൂടുവെള്ളമൊക്കെ ചൂടാക്കാൻ വേണ്ടി. അത് നല്ലൊരു സാധനം. ബ്രോ കെറ്റിലും മേടിച്ച് ഞാൻ ജിമ്മിലിടെ ഒരു ഷൂവും മേടിച്ചു. അതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് തുടങ്ങുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ അഡ്രസ്സിൽ ആദ്യമായിട്ടൊരു കൊറിയർ വന്ന്, അപ്പോൾ ബ്രോയുടെ സാധനം നമ്മൾ പോയി പിക്കപ്പ് ചെയ്യണം. എനിക്ക് തോന്നുന്നത് അത് കെറ്റിലായതുകൊണ്ടോ വെയിറ്റ് ഉള്ളതുകൊണ്ട്. ഇത് ഷൂ ഡോർ ടു ഡോർ ഡെലിവറിയാണ്. ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ട്. 2 റിങ്കറ്റേ കൊടുക്കേണ്ട വന്നുള്ളൂ. 2 റിങ്കറ്റിന് ഒരു ഷൂ കിട്ടി. കുഴപ്പമില്ല. ഞാൻ പുറത്ത് പോയി ഷൂ നോക്കിയായിരുന്നു ജിമ്മി ഇടാൻ വേണ്ടി. ചെറിയ നൈസായിട്ടുള്ള ഷൂ ഇട്ടുകൊണ്ട് ഇവിടെ എല്ലാവരും ഷൂ ഇട്ടുകൊണ്ടാണ് കയറുന്നത്. അപ്പോൾ ഷൂ ഇടാതെ നമ്മൾ കയറി കഴിഞ്ഞാൽ അതൊരു ബാഡാവല്ലോ എന്ന് ഓർത്ത് ഷൂ ഞാൻ സെറ്റ് ചെയ്ത് പറഞ്ഞാൽ മേടിച്ചു. ഇനിയൊരു വ്ളോഗ് ചെയ്യാൻ മൈക്കും കൂടെ മേടിക്കണം ഗൈസ്. അതും കൂടെ നോക്കിയിട്ട് അതിന് വലിയ റേറ്റ് ഇല്ല. 10-12 റിങ്കറ്റിനൊക്കെ കിടപ്പുണ്ട്. ഞാൻ ഇന്നലെ തൊട്ട് താഴെയുള്ള സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ ഗാഡ്ജറ്റിൻ്റെ അത് മാത്രമേ ഉള്ളതുകൊണ്ട് അവിടേക്ക് ഒരു ജോഗി 74 റിങ്കറ്റ്. പക്ഷെ അത് കൂടിയതാണ്. അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വേറെ നമ്മുടെ അപ്പുറത്തെ മാർക്കറ്റിൽ ലോട്ടസ് എന്ന് പറഞ്ഞ മാർക്കറ്റിലുണ്ട്. അവിടെ കയറി നോക്കിയപ്പോൾ 25 റിങ്കറ്റ് പറഞ്ഞു. ഇവിടെ അങ്ങനെ മൈക്ക് അങ്ങനെ ഒരു 1-2 പീസേ ഉള്ളൂ. മറ്റേ 1-2 പീസ്. അപ്പോൾ ഇത് ആദ്യം എന്നിട്ട് അൺബോക്സ് ചെയ്ത് കാണിക്കാം ഗൈസ്. നമ്മൾ ഷൂ അൺബോക്സ് ചെയ്യാൻ പോകണം. നമ്മളെ കിച്ചണിലുള്ള കത്തിയുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കണേ. സിമ്പിൾ പാക്കിങ്, സിമ്പിൾ ഷൂ ഗൈസ്. വലിയ ക്വാളിറ്റി ഒന്നുമില്ല. ജിമ്മി ഇടാൻ പറ്റിയ സാധനം തന്നെ. വേറെ എങ്ങും ഇട്ട് കഴിഞ്ഞാൽ കീറി പോകുന്ന തോന്നുന്നു. ഇതെന്റെ സൈസിന് കറക്റ്റ് ആണോ നോക്കട്ടെ ഗൈസ്. ഇതാണ് ഗൈസ്. വലിയ പാക്കിംഗ് ഒന്നുമില്ല. നിസ്സാരം വലിയ ക്വാളിറ്റി ഇല്ലാത്ത ഷൂ കേട്ടോ. എന്റെ സൈസ് കറക്റ്റ് ആണോ അറിയില്ല ഗൈസ്. ഇട്ട് നോക്കട്ടെ. പെർഫെക്റ്റ്. അങ്ങനെ നമ്മുടെ റൂമിൽ നമ്മുടെ അഡ്രസ്സിൽ ആദ്യമായിട്ടൊരു സാധനം വന്നു ഗൈസ്. ഷൂ മലേഷ്യൻ ഷോപ്പിംഗ് നമ്മൾ നടത്തിയിട്ടുണ്ട്. മലേഷ്യയിലെ ഷോപ്പി ആപ്പിൽ നിന്നല്ലേ, ഷോപ്പി ആപ്പിൽ നമുക്ക് ആദ്യമായിട്ട് ഫ്രീ കിട്ടിയൊരു സാധനമാണ്. 2 റിങ്കറ്റ് മാത്രം കൊടുത്തിട്ടുള്ളൂ. കൊള്ളാം ഗൈസ്. ഷൂ കൊള്ളാം. കളറും കൊള്ളാം അല്ലേ ബ്രോ? കളറും കൊള്ളാം അല്ലേ? അപ്പോൾ അൺബോക്സിങ്ങിൻ്റെ ക്ലിപ്പ് എടുത്തുന്ന ബ്രോയാണ്. ഇനി അങ്ങോട്ട് എല്ലാ വ്ളോഗും ബ്രോ ആയിരിക്കും നമുക്ക് എടുക്കുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങുവാണ്. പുറത്തോട്ട് ഇറങ്ങിയിട്ട് കാണിക്കാം. ഓക്കെ, അപ്പാർട്ട്മെന്റിന്റെ താഴെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ അൺബോക്സിംഗ് ഒക്കെ എല്ലാവരും കണ്ടില്ല, ഇഷ്ടപ്പെട്ടല്ലോ. ആ ഷൂ തന്നെ ഇട്ടോണ്ട് ഇറങ്ങിയ ഗൈസ്. വലിയ സീനൊന്നുമില്ല. പക്ഷേ എനിക്ക് അത്ര ഗ്യാരണ്ടി ഇല്ല ഇത് പുറത്ത് കാര്യം. പക്ഷേ ഇത് കാലിങ്ങനെ തട്ടിയിട്ടുണ്ടല്ലോ, ഇത് കീറിപ്പോകുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുവാണ് ഗൈസ്. എന്നാലും ഇട്ട് നോക്കിയിട്ട് റിവ്യൂ പറയാം. ബ്രോ ദേ ഓടുവാണേ, കൊണ്ട് ഓടുക. എന്തോ ടെൻഷനായെന്ന് തോന്നുന്നു. എന്തോ വിഷയമുണ്ടെന്ന് തോന്നുന്നു. നമ്മളിന്ന് പോകുന്ന സ്ഥലം ബ്രിക്ക് ഫീൽഡ് എന്ന് പറയും. ബ്രിക്ക് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ മാർട്ട്, മൊത്തം ഇന്ത്യക്കാരാന്നൊക്കെ ഉണ്ട്. ഇത് ഇന്ത്യ ഹോട്ടല്, റെസ്റ്റോറൻറ്റ്, അങ്ങനെ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അയ്യോ എന്നാ ബ്ലോക്കാ ഗൈസ്. അയ്യോ എന്നാ ബ്ലോക്ക്. ഇത് അങ്ങ് വരെ ഉണ്ടല്ലോ. ഇതിൻ്റെ ബ്ലോക്കാണ് ഗൈസ്, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ എന്തോ ടീഷർട്ടോ എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ട്. പൂച്ചനെ കണ്ടോ? അയ്യോ ഇവിടുത്തെ എല്ലാ സാധനം തിന്നിട്ട് വലുതായിട്ടിരിക്കും. വീഡിയോ എടുക്കുന്നതായിട്ട് എല്ലാവരും നോക്കുന്നു. ഞാൻ എന്തോ തീവ്രവാദിയാണ്. ബ്രോ അപ്പോൾ എന്തോ ചെയ്യുവാണ്. ബ്രോ എന്തോ ടീഷർട്ട് അങ്ങാണ്ട് ബുക്ക് ചെയ്തിട്ടാണ്. അതിന് ഇവിടെ വന്ന് എന്തോ പേയ്മെൻ്റ് ആണ്. എനിക്ക് മനസ്സിലാകുന്നില്ല ബ്രോ പറയുന്നത്.
എന്നാ സിസ്റ്റം ഡൗൺ ആണോ ശരിയാക്കാൻ പറഞ്ഞു സിസ്റ്റം ശരിയാക്കാൻ പറഞ്ഞു സിസ്റ്റം ശരിയാക്കാൻ പോവാണോ സിസ്റ്റം ശരിയാക്കാൻ പോവാണോ എന്നാ ബ്രോ ടെൻഷൻ ആവുന്നേ നമുക്ക് രാത്രി വരുമ്പോൾ ഈ പൂച്ചയെ കണ്ടോ നമുക്ക് റൂമിൽ കൊണ്ടുപോയാലും നമ്മൾ ആ മെട്രോന്നല്ലേ കയറുന്നത് ഇതുവഴി പോയപ്പോൾ സ്റ്റെപ്പിറങ്ങിയാലേ പോകാൻ പറ്റത്ത ബ്ലോഗിനകത്ത് എന്തെങ്കിലും സംസാരിക്കും ഇന്ന് ഈ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു ഫോൺ മാറ്റി ബ്ലോഗിനകത്ത് എന്തെങ്കിലും സംസാരിക്കും ഇന്ന് ബ്രോയെ സംസാരിക്കുന്ന ബ്ലോഗിനകത്ത് പറ പറ ആ പറ നമ്മ എവിടെയാ പോകുന്നപ്പോൾ പറ ഹലോ ഗൈസ് എന്ന് പറഞ്ഞാൽ എന്റെ മുഖത്തൊക്കെയല്ലേ ഇങ്ങോട്ട് നോക്കി പറ ബ്രിക്ക് ഫീൽഡിൽ പോവുകയാണ് ബ്രിക്ക് ഫീൽഡിൽ എന്നാ പരിപാടി അവിടെ എന്നാ സംഭവം എന്നാ ഒരു ടീം ഒരു പറഞ്ഞു കൊടുക്കും അവിടെ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻസിനെ സെൽഫി വെക്കുന്നത് പണ്ട് എപ്പോഴും ഇന്ത്യൻസ് കൂടി കയറിയ സ്ഥലമാണ് മലേഷ്യയിൽ അതാണ് ബ്രിക്ക് ഫീൽഡ് എന്ന് പറഞ്ഞൊരു സ്ഥലം അങ്ങോട്ടാണ് നമ്മളിന്ന് പോകുന്നത് അവിടെ ചെല്ലുമെന്നൊന്നും അറിയത്തില്ല നമ്മൾ പോയി നോക്കട്ടെ അവ കഴിഞ്ഞ ദിവസത്തെ പോലെ കുഴപ്പമാവുമെന്നും അറിയത്തില്ല കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടതിലെ മെട്രോയിൽ വെച്ച് കാണിച്ച പൊട്ടത്തരൊക്കെ മേടിക്കും എല്ലാവരും കുടുങ്ങിയിട്ട് എല്ലാ സുഖമാണ് കിട്ടുന്നത് അപ്പൊ ബ്രോയാണ് ഇന്ന് വ്ലോഗിലെല്ലാം പറയണ്ടേ ഈ സ്ഥലം കാണുന്നത് ഇത് ആ സ്ഥലമാണെന്നും അങ്ങനെയാണെന്നും ഒക്കെ പറയണം പറയല്ലോ പിന്നെ ഒരു നാണം ബ്രോ ഒരു ടീഷർട്ട് ഓർഡർ ചെയ്ത് അത് എന്തിനാ അവിടെ പോയി ചോദിച്ചത് ടീഷർട്ട് ഓർഡർ ചെയ്തിട്ട് അതല്ല പേയ്മെന്റ് ഇവിടെ പേയ്മെന്റ് അവിടെയാണ് ചെയ്യേണ്ടത് ഓൺലൈൻ വഴി ചെയ്തതിന് അവിടെ പോയി എന്നെ പേയ്മെന്റ് നടത്തുന്ന കാരണം നമ്മുടെ ഇന്റർനാഷണൽ കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇവിടെ ബ്രോയ്ക്ക് ഇന്റർനാഷണൽ കാർഡുണ്ടോ എൻ്റെ ഇന്റർനാഷണൽ കാർഡ് വന്ന് വീട്ടിൽ ഇരിപ്പുണ്ട് ഗൈസ് എൻ്റെ വീട്ടിൽ വന്ന് ഇരിപ്പുണ്ട് എൻ്റെ കാർഡ് അതിൻ്റെ അയ്യോ അതുകൊണ്ടോ ഗൈസ് ബ്ലോക്ക് കാരണം വണ്ടി അടിങ്ങി കിടക്കുന്നു അങ്ങ് ഏറ്റം വരെ അപ്പോൾ ഗൈസ് ഞങ്ങൾ മെട്രോ ചെല്ലട്ടെ മെട്രോ ചെന്നിട്ട് കാണാം ഓക്കെ സേഫായിട്ട് സ്കാൻ ചെയ്ത് മെട്രോയുടെ അത് കിടന്നിട്ടുണ്ട് ബ്രോയുടെ ബാലൻസ് കഴിഞ്ഞ ദിവസത്തെ ട്രിപ്പെല്ലാം കഴിഞ്ഞിട്ട് 44 എൻ്റെ 43 അപ്പോൾ ഒരു രൂപ അവിടെ നമ്മളാ പൊട്ടത്തരം കാണിച്ച് ഇത് സ്റ്റക്കായിട്ട് പോയില്ലേ അതങ്ങനെ എനിക്ക് അവിടെ ഒരു റിങ്കറ്റ് നഷ്ടമായിട്ടുണ്ട് ഗൈസ് അപ്പോൾ എൻ്റെ ബാലൻസ് 43 ബ്രോയുടെ 44 ഇവിടെ ഉള്ള ഇവിടെ പഠിക്കുന്നവന്മാരൊക്കെ പറഞ്ഞത് ഒരു മാസം 150 രൂപയ്ക്ക് ചാർജ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ആണ് അത്യാവശ്യം കുറേ ട്രാവൽ ചെയ്യാം എന്നാലും ബാക്കിയുണ്ടെന്നല്ലേ പറഞ്ഞു 150 ചാർജ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ നമ്മുടെ മെട്രോ വരട്ടെ ഗൈസ് അന്നേരം തന്നെ മെട്രോ വന്നു ഗൈസ് ഡേ ആ വരുന്നുണ്ടോ ഗൈസ് ചാടിയാലോ ബ്രോ ചാടാവോ പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് എടുത്ത് ചാടാവോ മെട്രോയ്ക്കകത്ത് കയറട്ടെ കയറിയിട്ടുണ്ട് ഓ ഇതിനകത്ത് കയറിയിട്ട് എന്നാ സുഖമാണ് ഗൈസ് ആ ബ്രോ പറ ആ നമ്മുടെ അപ്പാർട്ട്മെന്റ് ഇതാണോ അതാണോ ആ ഇതാണ് ഗൈസ് നമ്മുടെ അപ്പാർട്ട്മെന്റ് ഇതാണോ തോന്നുന്നത് ആ അത് തന്നെ ഇങ്ങനെ പോവാ ഇനി ഇതിനകത്തിരുന്ന് ഞാൻ ചലച്ചിട്ട് കാര്യമില്ല ഗൈസ് ഞങ്ങൾ ഇറങ്ങട്ടെ ടിൻഡവർ കാണിച്ചേരാ വെയിറ്റ് ഇപ്പൊ കാണിക്കാം ടിൻഡവർ പിന്നെ കാണിക്കാം ഗൈസ് ഇപ്പൊ കാണത്തില്ല ദിവസം പൊട്ട കളിച്ച ആ സെന്ററിൽ തന്നെയാണ് ഇപ്പോഴും വന്നേക്കുന്നത് KL സെന്റർ കഴിഞ്ഞ ദിവസം നമ്മൾ വൈകിട്ട് ഇവിടെ വന്ന് ബ്ലോഗ് വെച്ചിട്ട് കാർഡ് വെച്ചിട്ട് അതിനകത്ത് ബ്ലോക്കായി പോയില്ല അത് ഈ സെന്ററിൽ തന്നെയാണ് ഗൈസ് അപ്പോൾ നമ്മളിവിടുന്ന് എക്സൈറ്റ് ആവട്ടെ ഇതുവഴി എക്സൈറ്റ് ആവുന്നേ നോക്കട്ടെ അതുവഴി തന്നെ ആണോ അല്ലെങ്കിൽ വല്ലതായിരിക്കുന്ന കേൾക്കേണ്ട വരുന്നു വെയിറ്റ് ഗൈസ് വെയിറ്റ് ആൻഡ് സീ ബ്രോ ഉപ്പ് കൊടുങ്ങും 1.80 ആണ് ഇപ്പോൾ നമ്മുടെ ഇന്ന് ഡെബിറ്റായി പോയത് അപ്പോൾ ഇതൊരു മാളാണ് ഗൈസ് മാളിനകത്തോട്ട് മാള് വഴി എക്സൈറ്റ് മാള് വഴിയല്ല എക്സൈറ്റ് അല്ലാതെ ചോദിച്ചാലും ആ ഇവിടെ തിയേറ്റർ ഇല്ലേ ബ്രോ നമ്മുടെ തിയേറ്റർ ഒന്നും കണ്ടില്ല അത് തിയേറ്ററിൽ പോകുന്നു എന്നാ അടക്കം വെക്കട്ടെ ഗൈസ് ഇത് നമുക്കൊരു വ്ളോഗിങ് സ്റ്റിക്ക് വ്ളോഗിങ് മൈക്ക് എല്ലാം ഒന്ന് സെറ്റപ്പ് ചെയ്യണം ഗൈസ് അതൊരു ഫുൾ വ്ളോഗറായിട്ട് ഞാൻ മലേഷ്യയിലോട്ട് അങ്ങ് ഇറങ്ങാൻ പോവാം എന്നിട്ട് ഇവിടുത്തെ ഓരോ പ്രൊമോഷനൊക്കെ എന്നെ വിളിക്കണം ഇനി ആൾക്കാർ ഏത് എന്നാ ഒരു മാളാണ് എന്ത് ഇവിടെ തിയേറ്റർ ഉണ്ടോ നമ്മുടെ വേൾഡ് വൈഡൊക്കെ ആകുമ്പോൾ ഇവിടെ വരത്തില്ലേ അല്ലേ ഇനി കാർഡ് സൈറ്റ് ചെയ്യേണ്ടി വരൂ
ഈ കാർഡ് സ്വൈപ്പ് ചെയ്യേണ്ട വരത്തില്ലായിരിക്കും ഇത്. അത് വരുമോ? ഒരു എക്സിറ്റ് ആയില്ല ഞങ്ങള്. സംഭവം ഒന്നും അറിയത്തില്ല. ഇത് എക്സിറ്റ് വഴിയാവും. ഇത് എക്സിറ്റ് ഇല്ലേ? അവിടെ അടുത്ത എക്സിറ്റ്. ഇത് മൊത്തം മെട്രോയ്ക്കകത്ത് കയറി ഭയങ്കര ചാനലാണ് ഗൈസ്. മൊത്തം മെട്രോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ പ്രൊമോഷനാണ്. KLCC. ഈ KLCC ഇവിടെ തന്നെയാണോ നമുക്ക് വരണ്ടേ? KL സെൻട്രലല്ലേ നമുക്ക് KLCC ഇറങ്ങിയിട്ട് എന്താ സംഭവം? നമ്മളെവിടെ കൊണ്ട് ഇറങ്ങി? ഇവിടുത്തെ സെൻട്രൽ മാർക്കറ്റ്. പിന്നെ KLCC എന്ന് പറഞ്ഞാൽ അതന്നെ KLCC. ഓ സെൻട്രലിൻ്റെ സി തന്നെയായിരുന്നു. അല്ല KL സെൻട്രൽ. ആ സെൻട്രലിൽ സി ആണ്. അയ്യോ, ഇനി ഞങ്ങൾ നടന്ന് അങ്ങേറ്റം ചെല്ലട്ടെ ഗൈസ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ അല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം വള്ളി പിടിച്ച് ഇവിടുത്തെ അല്ല, അത് ആ സെൻറ്ററിൽ എത്തുന്നതിന് മുന്നേ ചാടി ഇറങ്ങി. നമുക്ക് ശരിക്കും ഇല്ലേ ഈ 15 KL 15, അയ്യോ 15 ആ ഇവിടെ ഇറങ്ങണ്ടേ. അതിന് മുന്നേ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജിൻ്റെ സ്റ്റോപ്പാണ് KLCC. ഇവിടെ അങ്ങ് ചാടി ഇറങ്ങി. ഇവിടെ അല്ല നമുക്ക് പോകേണ്ട സ്പോട്ട്. ഈ ട്രെയിനാണ് ഇത്. KLCC എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജിൻ്റെ സ്റ്റോപ്പാണ്. ഇനി അടുത്ത് നമ്മളിപ്പോൾ 10ാമത്തെ സ്റ്റോപ്പിൽ 5ാമത്തെ സ്റ്റോപ്പിൽ ഇനി ഇവിടെ നിന്ന് ഇറങ്ങണ്ടേ. 10ന്ന് ഇനി 5 പോകാം. ചാടി ഇവിടെ ഇറങ്ങിയിട്ട് 15 ഇറങ്ങി. കഴിഞ്ഞ ദിവസം KL സെൻറ്ററിൽ കിടന്ന് നമ്മൾ പൊട്ടം കളിച്ച് കാട് വെച്ച് ഇനി അവിടെ തന്നെ പോട്ടെ കൈസ്. ക്യൂ നിൽക്കണം കൈസ്. ക്യൂ നിൽക്കട്ടെ. ക്യൂ ഒക്കെ നിൽക്കണം മെട്രോക്കാരെ. കഴിഞ്ഞ ദിവസത്തെ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്, KL സെൻറ്ററിൽ. അപ്പം ഇനി ഇവിടുന്ന് അതുവഴിയല്ല ഇറങ്ങണ്ടേ? ഒരു മിനിറ്റ്. എന്നാ ടോയ്ലറ്റിൽ പോകണോ? അതല്ല, പിന്നെ ഫീസ് വാഷ് ചെയ്തിട്ട് ഞാൻ വെയിറ്റ് ആക്കാം. ചുമയാണ് ഗൈസ്, ചുമ. ഇതുവഴിയായിരിക്കും എക്സിറ്റ് ആവുന്നത്. എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് ബോർഡ് വെച്ചിരുന്നത്. ഇനി എക്സിറ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ട് കാണിക്കാം ഗൈസ്. ഓക്കെ, KL സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ദേ വെൽക്കം ടു. ഇത് KL സെൻറ്റർ. KL എന്തി അതിൻ്റെ അകത്ത് KL ഇല്ലല്ലോ. NU സെൻറ്ററില്ല. NU സെൻറ്ററിലോ? അപ്പോൾ KL മാറി NU ഇവിടെ തന്നെ പറയണ്ടേ. കുറേ സെൻറ്ററിലുണ്ട് ഗൈസ്. ഫുൾ ഓഫ് കൺഫ്യൂഷൻ. നമുക്ക് സ്റ്റെപ്പ് കയറണം, എക്സ്കവേറ്റർ കയറണം. പെട്ടെന്ന് പറ. അല്ലൊരു ചാലഞ്ചിനായിട്ട് നമുക്ക് ഓടിക്കറിയാലോ. ഓക്കെ, അല്ല വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഇനി ഓടിക്കാറുണ്ട്. ഞാനും എക്സ്കവേറ്ററായി കയറാം ഗൈസ്. ആര് ഈ മഞ്ഞലൈനെ ചോട്ടരുത് കേട്ടല്ലോ. ഈ മേളിൽ ചെല്ലട്ടെ ബ്രോ. ഹായ് കാണിക്ക്. ഹായ് കിട്ടിയില്ല എല്ലാവർക്കും. അതാന്ന് തോന്നുന്നു മുടിയും പിന്നെ ചെന്നിട്ട് കുളിച്ചാടാന്ന് ഓർത്തിട്ട് കുളിച്ചില്ല. അതും പെരും മഴയായിരുന്നു. മഴ പറഞ്ഞാൽ പെട്ടെന്ന് ഡ്രസ്സ് ഇട്ടെങ്കിൽ ആടി കഴിച്ചു. നല്ല തിരക്കുണ്ട് കഴിച്ചു, നല്ല തിരക്കുണ്ട്. എന്നാണോ ഇത്ര തിരക്ക്? അവരെല്ലാം ഈ നാട് വിട്ട് പോവാണ്. ഒരു വീഡിയോ പ്രോയാണെ എന്തോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഫോണും നോക്കി നടക്കുന്നു. ഞാൻ പ്രോയുടെ പുറകെ ഇങ്ങനെ നടക്കുന്നു. അയ്യോ, ഇനി ക്ലാസ് തുടങ്ങി അങ്ങനെ രണ്ടുപേരും 2 സമയത്തായിരിക്കും അല്ലേ? അതാവുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് സെറ്റ് ചെയ്യണ്ടായിരുന്നു. അതെവിടെയായിരുന്നു? ഇവിടെ ഉണ്ടോ? നോക്ക്, അങ്ങനെയാണെങ്കിൽ അതും കൂടെ സെറ്റ് ചെയ്യാം. 2 പേർക്ക് ഈ 2 പേരുടെ കൈ വേണം കൈസ്. ഇനി 2 പേർക്ക് 2 ടൈമിംഗ് ഒക്കെ ആയിരിക്കും. അപ്പോൾ റൂമിയൊക്കെ വരുമ്പോൾ ഇച്ചിരി ടാസ്ക് ആവും. ഇപ്പോൾ ഈ മാളിൽ കാണാൻ തന്നെ കാണാൻ മാത്രമൊന്നുമില്ല കൈസ്. സ്ലൈഡ്, ബുഷ്, എല്ലാ അക്സസറീസും ഉണ്ട്. ഗേൾസിൻ്റെ ഫോണിൻ്റെത് എല്ലാ അക്സസറീസും ഉണ്ട്. അപ്പോൾ മൈക്കൊന്നും എനിക്കിനി വേണ്ടത്. നമ്മുടെ ഷോപ്പിക്കകത്ത് എല്ലാം ഷോപ്പ് ചെയ്യും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഷോപ്പിക്കകത്ത്. നമ്മുടെ ഈ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡിനൊക്കെ ഭയങ്കര ഓഫറുണ്ട് ഷോപ്പിക്കകത്ത്. കണ്ടായിരുന്നോ? ഞാനും കണ്ടായിരുന്നു. ഞാനിപ്പം നമ്മുടെ വ്ളോഗിങ് മൈക്കും പിന്നെ വ്ളോഗിങ് സ്റ്റിക്കും മേടിച്ചിട്ടുണ്ട്. വ്ളോഗിങ് സ്റ്റിക്കൊക്കെ വരുമ്പോൾ അറിയാം ക്വാളിറ്റിയൊക്കെ. നിസ്സാര പൈസക്കാണ് ഗൈസ്. അറിയത്തില്ല, വരുമ്പോൾ നോക്കാം. അതിനെ അൺബോക്സിങ് വീഡിയോ ചെയ്യാം. ബ്രോ അങ്ങനെ ചവിട്ടില്ല. അവിടെയാണ് ഗൈസ് കാർഡ് ബ്ലോക്ക് ആയ. അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് ഇതിൽ എക്സിറ്റായി നമ്മൾ ക്രാബ് വിളിച്ച് റൂമിൽ പോയി. അങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ കഥ. അവിടെ തന്നെ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. ആഹാ, നമ്മുടെ അടുത്ത കളി. ഓ ഇതെന്നാണ്? അന്ന് രാത്രിയായതുകൊണ്ട് ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല.
വീണ്ടും ആസ്വദിക്കാൻ ഇവിടെ തന്നെ വന്നേക്കണം. ഫുള്ള് ഇന്ത്യൻ മാർക്കറ്റാണെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇവിടുന്ന് ഒരു 600 മീറ്റർ വാക്ക് ചെയ്യണം. അങ്ങനെ വാക്ക് ചെയ്തിട്ട് നമ്മൾ ബ്രിക്ക് ഫീൽഡിൽ ചെല്ലുന്നു. അവിടെ എന്താണോ കാഴ്ചകൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, കഴിഞ്ഞപ്പം നമ്മുടെ അവിടുത്തെ ഒരു ഫീലേ മാറി കേട്ടോ. ഒരു പക്ക ഫോറിൻ ഫീലുണ്ട് കേട്ടോ. പക്ക ഫോറിൻ ഫീൽ. അവിടെ നിന്ന് അങ്ങോട്ട് തമിഴ് പാട്ട് അങ്ങോട്ടാന്ന് തോന്നുന്നു വയസ്സ്. അവിടെ നിന്ന് അങ്ങോട്ട് തമിഴ് പാട്ട് കേൾക്കുന്നു. തമിഴ് പാട്ട് കേൾക്കും. ലോട്ട് ഓഫ് അണ്ണ അക്കമാർ ഇங்கே ഇருக்கு. ഓക്കെ, നമ്മളിവിടെ വന്നില്ല, പാറക്കോടെ വന്നാൽ കുറേ ഇവിടെ കുടിയേറേണ്ട ടൈം ഇവിടെ കുടിയേറിയിരിക്കുന്നത് ചൈനീസും തമിഴ് ആൾക്കാരും അല്ലേ ബ്രോ? ഇവിടെ ചൈനീസുകാർക്ക് ഭയങ്കര പ്രയോറിറ്റിയാണ്. അത് വേറെ ഒരു പിന്നെ ആ പോകുന്ന അതേ സൗണ്ട് എന്തൊക്കെയാ നടക്കുന്നത്? അയ്യോ, നമുക്കിനി നേരെയാണോ നടന്നു പോകേണ്ടത്? സ്ട്രെയിറ്റ് ആണ് ഗൈസ് നമുക്കിനി നടക്കേണ്ടത്. സ്ട്രെയിറ്റ്. ഗൈസ് അങ്ങനെ നടക്കട്ടെ ഗൈസ്. എന്തെങ്കിലും വ്യത്യസ്തപരമായിട്ട് എന്തെങ്കിലും കാഴ്ചകൾ പകർത്താൻ പറ്റുമെങ്കിൽ ഞാൻ പകർത്തുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, വന്നിട്ടുണ്ട്. ഓടിക്കോ. ബ്രോ എ സിക്കകത്തിരുന്നില്ല, വേർത്ത് കുളിക്കുന്നത് പോലെ. ഇങ്ങനെ നമ്മൾ നടന്നു എവിടെയൊക്കെയോ ചെല്ലും. ആ അതേ തമിഴ്. ഇതെന്തോ വെജിറ്റേറിയൻ ഹോട്ടലാ അല്ലേ? അല്ല ബ്രോ, അല്ല, നോൺ വെജ് വെച്ചു. ഇവിടുത്തെ ഒരു വേറൊരു പ്രത്യേകത എന്നാന്ന് പറയുക, നമ്മുടെ ഇവിടുത്തെ ഫുഡ് അന്വേഷിച്ചിറങ്ങി നമ്മുടെ ഇവിടുത്തെ ഫുഡ് കിട്ടിയെന്ന് വെച്ചു. ഇന്ത്യൻ സ്റ്റൈല്, കേരള സ്റ്റൈലും ഉണ്ടല്ലേ? ആ കേരള സ്റ്റൈല് ഫുഡും ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതിനേക്കാളും റേറ്റാണ്. അങ്ങനെ ഒരു സീനുണ്ട്. അല്ല, നമുക്ക് അതൊക്കെ പോയി ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ റേറ്റ് കൂടുതല. ഞങ്ങൾ നെറ്റിൽ കയറി നോക്കിയെന്ന് മെനു എല്ലാം ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിലെ ഒക്കെ. അപ്പോൾ അങ്ങനെ ഇവിടെ ഫുള്ള് തമിഴാട്ടോ, തമിഴ് ആൾക്കാരാണ്. ഇപ്പോൾ നടന്നു വരുന്നത് മലയാളം സംസാരിച്ചുകൊണ്ട് ആരോ പോകുന്നത് ഞാൻ കേട്ട്. അതാണ് ഗൈസ്. അല്ല, നമുക്ക് ഇന്ത്യ റെസ്റ്റോറൻറ്റിലൊക്കെ കയറി നമുക്ക് ട്രൈ ചെയ്യാം. മദ്രാസ് ബേക്കറി പെട്ടെന്ന് മലബാറാന്ന് തോന്നി. അവിടെ എല്ലാം ഇങ്ങനെയാണ് ഗൈസ്. മാങ്ങയൊക്കെ തൂക്കിയിട്ടേക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടുന്ന് ഇങ്ങനെ മൊത്തം തമിഴാണ്. തമിഴ് സ്ട്രീറ്റ്. ഇതാണല്ലേ ഇന്ത്യ സ്ട്രീറ്റ് അല്ലേ? അപ്പോൾ ഇതൊന്നും സൈഡ് ഇതെല്ലാം ഇന്ത്യനാ ബ്രോ. ഇത് കണ്ടോ? അതെനിക്കറിയാം. ഇത് നമ്മുടെ ഇന്ത്യക്കാർക്ക് വേണ്ടി വിട്ടുകൊടുത്തേക്കുന്ന മലേഷ്യയിൽ ഒരു സൈഡ്. ആ സൈഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടോ ഗൈസ്, നോട്ട് ഇറ്റ്. ഞങ്ങൾ അവിടെ ചെല്ലട്ടെ ഗൈസ്. കാറാണ് ഗൈസ്. ഈ കാറ് കണ്ടു. ഇതേമാതിരി കയറ്റിയേക്കുന്ന ക്യാങ് കണ്ടോ? ബുഡും എന്ന് പറഞ്ഞായിരിക്കും സൗണ്ടിൽ. ആടാ കാണുന്നുണ്ടല്ലോ അല്ലേ നീയൊക്കെ? ഇങ്ങനെയൊക്കെ ഒരു സാധനമൊക്കെ അവിടെ ഇറക്കിയാലോ നമുക്ക്? സമയം ഉണ്ടല്ലോ, നമുക്ക് ഇറക്കാം. നോട്ടിറ്റേ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം. ഇത് മലേഷ്യൻ ബ്രാൻഡാണ് ഗൈസ്. ചേച്ചി ഒന്ന് പോയെന്ന്. ഇത് മലേഷ്യൻ ബ്രാൻഡാന്ന് തോന്നുന്നു. അതെ, കണ്ടല്ലോ. അവിടെ നിന്നോടൊക്കെയാ കാണുന്നത്. നിന്നോടൊക്കെ അതിൻ്റെ ഒരു സ്പൈഡർമാൻ ലവറിനെ കണ്ടേക്കുവാണ്. ഈ മാസം അവസാനം കണ്ടല്ലോ നമ്മുടെ സ്പൈഡർമാൻ്റെ പുതിയത് ഇറങ്ങുന്നത്. ഇത് ടെസ്ലയാണോ? ഇത് ടെസ്ല കാറാന്ന് തോന്നുന്നു ഗൈസ്. ഇത് ടെസ്ല കാറാന്ന് തോന്നുന്നു. അല്ലല്ല, സോറി ഗൈസ്, ഇത് നമ്മുടെ BYD സ്പൈഡർമാൻ. ഷേറാ ഫ്രെയിം മൊത്തം റാപ്പ് ചെയ്തേക്കുവാണ് സ്പൈഡർമാൻ. ഇവിടുത്തെ ഒരു വ്യൂ നോക്ക് ഗൈസ്. നല്ല കാറ്റും നൈസ് അറ്റ്മോസ്ഫിയർ. ലേഡീസ് ഹോസ്റ്റൽ. ഈ കാണുന്നതാണ് ലേഡീസ് ഹോസ്റ്റൽ. അത് കാണിച്ചില്ലെന്ന് ഇനി ആരും പറയണം. കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പം എല്ലായില്ല ഗൈസ്. നമ്മൾ എന്താ പക്കം പോവും? എങ്ങോട്ടാ? വഴി തെറ്റിയല്ലേ? ടെൻഷനായിട്ടിരിക്കുന്നു. കറക്റ്റാണ് ഗൈസ്. നമുക്കങ്ങനെ തെറ്റത്തൊന്നുമില്ല. തെറ്റിയാലും ഞങ്ങൾ നേരെ വഴിക്ക് പോകും. നടക്കട്ടെ ഗൈസ്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രോയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വീടൊക്കെ കാണുന്നുണ്ട്. വീടുണ്ട്. ഇങ്ങോട്ട് തിരിക്കുക. വലിയൊരു ബിൽഡിങ് ഇറങ്ങി കാണിച്ചു കൊടുക്കുന്നു. വണ്ടി വരുന്നുണ്ട്. ബ്രോ ഒതുക്കി കിടക്കും. ആ ബ്രോ ഇനിയിപ്പോൾ
നമ്മൾ ഇങ്ങനെ നടക്കുവാണ്. ഇത് നടക്കുന്നിടത്തെല്ലാം ബ്രിക്ക് ഫീൽഡ് എന്നാണ് പറയുന്നത് ഗൈസ്. ബ്രിക്ക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ്. ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ കാണുന്നുണ്ട്. പാർക്കിംഗ് ഏരിയ ഇതിലിങ്ങനെ നടന്നു ചെല്ലുമ്പോൾ നമ്മളിപ്പോൾ നടന്നു വന്ന എല്ലാം ബ്രിക്ക് ഫീൽഡാണ് ഗൈസ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റാണ്. മൊത്തം ഇന്ത്യൻ മാർക്കറ്റാണ്. ഇതുപോലെ നമ്മളങ്ങ് നടന്നു പോകണം ഗൈസ്. ഷൂവിൻ്റെ റിവ്യൂ പറയാനാണെങ്കിൽ ഷൂ ഇസ് ഗുഡ് ഗൈസ്. ഇതെപ്പോൾ ആണെങ്കിലും വിട്ടുപോകും, കുഴപ്പമില്ല. ഇതൊരു പൂച്ച. ഇവിടെ പൂച്ചക്കളിയാണ് ഗൈസ്, മൊത്തം പൂച്ച. വന്നിട്ട് ഒറ്റ പട്ടീനെ പോലും ഞാൻ കണ്ടില്ല. നമ്മളിവിടെ വന്നിട്ട് ഒറ്റ പട്ടീനെ കണ്ടില്ലല്ലോ. പൂച്ച മാത്രമേ ഉള്ളൂ ഗൈസ് ഇവിടെ, പട്ടിയില്ല. പട്ടിയെ കണ്ടില്ല. അത് ഞാൻ ഇപ്പോഴാണ് ആലോചിച്ചേ. അങ്ങോട്ട് നടക്കട്ടെ ഗൈസ്. ഗൈസ് ഇവിടെ എത്തിയപ്പോയില്ലേ, നമ്മുടെ ഈ സപ്ലൈകോയിലൊക്കെ ചെല്ലുമ്പോൾ ഒരു തരം ഒരു മണമുണ്ടല്ലേ, അരിയുടെയും അങ്ങനത്തെ മണം ഇവിടെ വന്നപ്പോൾ മുറുക്ക അങ്ങനെയുള്ള ഐറ്റംസ് നമ്മുടെ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ ബോർഡ് കണ്ടു. ഇതിപ്പോൾ നമ്മുടെ സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ സ്ഥലത്ത് വന്നേക്കാണ്. ലിറ്റിൽ ഇന്ത്യ ഇവിടെ നിന്നാണ് ഗൈസ് ലിറ്റിൽ ഇന്ത്യ സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ ഇന്ത്യ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടാവുന്നത്. ഇന്ത്യയുടെ ചെറിയൊരു ഇന്ത്യ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട്. KK സൂപ്പർ മാർക്കറ്റ്. നമുക്ക് ചപ്പാത്തി എല്ലായിടത്തും കിട്ടുമെന്ന് നല്ല. ഇന്നലെയൊക്കെ റൊട്ടിയാണ് ഗൈസ് കഴിച്ചത്. റൊട്ടി എന്ന് പറഞ്ഞാൽ ചൂടാക്കി ഇങ്ങനെ നമ്മുടെ തന്നെ കുബൂസ് പോലെ തന്നെ റൊട്ടീൻ്റെ പേര് എന്ന് പറഞ്ഞാൽ കുബൂസിന് അത്ര സോഫ്റ്റ് ഇല്ല. ഇങ്ങനെയൊക്കെ വേറെ ഒരു ലോകത്ത് വന്നു ഗൈസ്. ഇതാണ് ഇന്ത്യക്കാർക്ക് വേണ്ടി വിട്ടുകൊടുത്തേക്കുന്ന സ്ഥലമാണ്. ഇതേ പറഞ്ഞ കേട്ടോ. അപ്പൊ എന്റെ വീഡിയോ ഒന്നും കൂടെ ഇല്ല റീച്ച് ആണ്. ബ്രോയിനെ മാറ്റിയിട്ട് ഇവിടെ ഒരു പെങ്കോച്ചിനെ ആക്കാനാണ് ബ്രോ പറയുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ട് എന്നെ സമീപിക്കേണ്ടതാണ്. DMT ഗൈസ്. ബ്രോയുടെ ഒരു ഒപ്പീനിയൻ ആണ് ഗൈസ്. ഞാൻ ഉള്ള നൈസ് ഒപ്പീനിയൻ വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടിയുള്ള ഒപ്പീനിയൻ ആണ് ബ്രോ ഇപ്പൊ പറഞ്ഞത്. ഇതാണ് ഗൈസ് ഇന്ത്യൻ മാർക്കറ്റ്. ഇവിടെ ഇപ്പൊ കാണാനായിട്ട് തന്നെ മൊത്തം റെസ്റ്റോറൻറ്റ്സ് ആണ്. നോക്കട്ടെ ഗൈസ്, നമുക്ക് ട്രൈ ചെയ്യാൻ വല്ല പറ്റിയുണ്ടോ നോക്കട്ടെ. ഇത് ഡ്രസ്സിന്റെ 80% ഓഫൊക്കെ ഉണ്ടല്ലോ. ലേഡീസിന്റെ മൊത്തം നോക്കട്ടെ ഗൈസ്. ഞാൻ ഉള്ളിങ്ങി ഇത് മണ്ട കയറിയിട്ട് ഇവിടെ നിന്ന് താഴോട്ട് പോകും. എനിക്കിത് കണ്ടോ, ഇവിടുന്ന് അങ്ങേറ്റം വരെ ഒരുപോലെ ഇരിക്കുന്നു. എനിക്കൊന്ന് ഈ വാള് വെച്ചേക്കുന്നുണ്ടാന്ന് തോന്നുന്നത്. ഇതുണ്ടോ, അങ്ങേറ്റം തൊട്ട് ഒരുപോലെ ഇരിക്കും. ഈ വാൾ അങ്ങേറ്റം വരെ ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാ സ്ട്രീറ്റിൽ ചെന്നാലും കാണും ഇങ്ങനെ മണ്ടയ്ക്ക് ഇങ്ങനെ ആംബിയൻസ് ലൈറ്റാണ് കഴിച്ചു ഇവിടെ മെയിൻ ഹൈലൈറ്റ്. രാത്രി ആയി കഴിഞ്ഞാൽ ഇത് മലേഷ്യയല്ല, ഇന്ത്യൻ സ്റ്റൈൽ, പക്ക ഇന്ത്യൻ സ്റ്റൈൽ. അത് കൊള്ളാമല്ല ഗൈസ്. ഒരു കൺട്രിയിൽ ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു സ്ഥലം വിട്ടുകൊടുത്തിരിക്കും. വാവ്, ദാറ്റ് വാസ് നൈസ് ഗൈസ്. ഇങ്ങനെ നടക്കുക വേറൊന്നുമില്ല. ഈ മാർക്കറ്റ് കയറി മംഗല്യ കയറിയിട്ട് നമ്മള് മംഗല്യ അവിടെ കയറിയിട്ട് നമ്മൾ എന്താ പൊറോട്ട മേടിച്ച്. അപ്പൊ വലിയ ഭയങ്കര ഫ്രീസ് ആയിട്ട്. പക്ഷെ അവിടുത്തെ നമ്മൾ കസ്റ്റമറിൽ എന്ന രീതി അവിടുത്തെ നമ്മൾ വെൽ സാറ്റിസ്ഫൈഡ് ആണ്. അവിടുത്തെ ഡീലിംഗ് കൊള്ളായത് അല്ലേ. നന്ദി. പക്ഷേ ഇവിടെ റേറ്റ് കൂടുതലാ ഗൈസ്, അതാണ് കുഴപ്പം. ഇവിടെ പിന്നെ ഇന്ത്യ ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട് ഇന്ത്യക്കാർ വന്ന് സാധനം മേടിക്കുന്നതുകൊണ്ട് റേറ്റ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പോ 6 റിങ്കറ്റായി. നമ്മള് റൊട്ടി വെച്ചപ്പോ എത്ര രൂപ? 5 റിങ്കറ്റ്. അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ നല്ല ഡീലിങ്സ് ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് ഇങ്ങനെ നടക്കുവാണ് ഈ സ്ട്രീറ്റിൽ കൂടെ. എല്ലാരും നോക്കും. എന്തായാലും കുടിക്കായിരുന്നല്ലോ. അതുകൊണ്ട് അവിടെ കേറി ഈ ആവശ്യമില്ലാത്ത സാധനമൊക്കെ ബ്രോ മേടിക്കുന്നത്. ലഡു, ഈ ലഡു വേണോ? ജ്യൂസ് കുടിക്കായിരുന്നു. 2 റിങ്കറ്റ്. മഞ്ഞ ലഡു ആണ്. ഈ ലഡു എടുക്കായിരുന്നു. ഇതുണ്ട്, ഇത് നല്ല കളറുണ്ട്. വേണ്ട 1 2 റിങ്കറ്റ്. ഒരെണ്ണം വന്ന് 2 റിങ്കറ്റ്. പക്ഷെ ഇതായിരുന്നു നല്ലത്. ഇത് അപ്പൊ എപ്പോഴും കഴിക്കുന്നേ. ഇതിലിട്ടാണോ? ഞാൻ മധുരം കഴിച്ചിട്ടില്ല.
എനിക്കിഷ്ടമില്ല മധുരം. എനിക്കിഷ്ടമില്ല മധുരം. എനിക്കുണ്ടോ ബ്രോ മധുരത്തിന്റെ ആളാണ് ഗൈസ്. ബ്രോ ഷുഗർ ബേബിയാണ്. എന്താ ചെയ്യാൻ? ഓ ബസ്സൊക്കെ ഉണ്ടല്ലോ. ബസ്സിനകത്തൊക്കെ എന്താ ആളാ? മഹാരാജ. ചെറിയ മഴ പെയ്യുന്നുണ്ട് ഗൈസ്. ജ്യൂസും എല്ലാം കുടിക്കാൻ കിട്ടുമോ? ജ്യൂസും എല്ലാം കുടിക്കാൻ കിട്ടുമോ? ജ്യൂസും ഇല്ല. അവിടെ ഇവിടെ ജ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ആണോ ചേച്ചി എന്ന് കാറ്റ് കൊള്ളുന്ന ഫാനിട്ട്? അല്ല വേണ്ട. അപ്പൊ ഇങ്ങനെ നടക്കട്ടെ ഗൈസ്. ഇതെല്ലാം ഉണ്ടാ കാണിക്കാം. ഓക്കെ, ഒരു കട കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ പാട്ട് കേട്ടെ. നോ ഷുഗർ നോ വാട്ടർ. ഇതെങ്ങനെ എങ്ങനെ ജ്യൂസ് അടിക്കുന്നില്ലേ? ഇവിടെ ഒരു പുലി ഇരിക്കും. പുലിയല്ല, ലയൺ, സിംഗം, സിംഗക്കുട്ടി. ഇവിടെ വേറൊരു സിംഗം. പാട്ടൊക്കെ കേട്ടല്ലോ. പാട്ടൊക്കെ കേട്ട് ഇനി ജ്യൂസ് കുടിക്കാം. ജ്യൂസ് കുടിച്ചിട്ട് റിവ്യൂ പറയാം. പൈനാപ്പിൾ കുടിക്കാൻ കയറിയപ്പോ പൈനാപ്പിൾ തീർന്നത്. ശകല പൈനാപ്പിൾ അടിക്കാൻ പറ്റും. ബാക്കിക്ക് ആ പുള്ളി ഓറഞ്ചും പൈനാപ്പിളും കൂടെ മിക്സ് ചെയ്ത് അടിച്ച്. നോക്കട്ടെ. കഴിഞ്ഞ ദിവസം നമ്മള് സ്ട്രോബെറി മിൽക്ക് ഷേക്ക് അല്ലേ, അത് കിടില വേണ്ടത്. ഷുഗർ ഹെൽത്തി ഗുഡ്. ഷുഗർ ഇല്ല, കുടിച്ചു. ഇഷ്ടപ്പെട്ടില്ലല്ലേ? കുടിക്കട്ടെ, നല്ല ഹെൽത്തി ഡ്രിങ്ക്, നല്ല സുഖം ഇങ്ങനെ ഇറങ്ങി പോകും. പക്ഷെ ബ്രോയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. നല്ല തണുപ്പ് ഏർത്തിക്കകത്ത് ഇരിക്കത്തുള്ളൂ, തണുപ്പ് കുടിക്കാൻ വേണ്ടി. കുടിക്കട്ടെ. കരിക്ക് എന്താ ഒന്ന് മലേഷ്യ വന്നിട്ട് കരിക്ക് കുടിക്കും. ഒരു ഐസും കൂടെ ഇട്ട് തരുമോ? നല്ലേ. എന്ത് തണുപ്പ്, നമ്മള് തണുത്ത കുടിക്കാൻ വന്നിട്ട്. ഇത് പൊട്ടിക്കാൻ പറ്റത്തില്ലേ? പൊട്ടിച്ചു തരൂ. കുടിച്ചോ. ഇത് കുടിക്കട്ടെ. അങ്ങനെ കുടിക്കാവോ? കരിക്ക് കുടിച്ചോണ്ട് നമ്മള് കാണുന്ന വ്യൂ എന്നാന്ന് കാണിച്ചത്. എന്നെ വരാത്ത താഴത്തെ കയറി വരാൻ ഭയങ്കര പാട് കേസ്. ഇതാണ് നമ്മള് കരിക്ക് കുടിക്കുമ്പോ കാണുന്ന ഒരു വ്യൂ. ഓക്കെ ഗൈസ്, പക്ഷെ വെള്ള കളറല്ല ഇതിനകത്ത്. ഇതിനകത്ത് വെള്ളത്തിനേക്കാളും നൈസാണ്. നൈസ് കഴിക്കട്ടെ ഇനി. ഓക്കെ, കരിക്കും കുടിച്ച് നമ്മൾ ഓറഞ്ച് വിത്ത് പൈനാപ്പിളും കുടിച്ചു ഗൈസ്. ഒരു ജ്യൂസിനകത്ത് തന്നെ രണ്ടും കൂടെ അടിച്ചു കുടിച്ച് 12 റിംഗിറ്റ് ഗൈസ്. ഇത് ഇവിടെ കുറെ ആന സ്റ്റാച്ചു. നമ്മൾ ക്രോസ് ചെയ്യട്ടെ ഗൈസ്. ഇവിടെ സിഗ്നൽ ഉണ്ടെന്ന് തോന്നുന്നില്ല ക്രോസ് ചെയ്യേ. അവിടെ പോയി ക്രോസ് ചെയ്യാൻ പാ ഗൈസ്. വെൽഫെയർ ഉണ്ടോ? അതിന് ഫ്രണ്ടിൽ കിറ്റൊക്കെ മാറ്റി. ഫ്രണ്ടിൽ വേറൊരു എംബ്ലം അവിടെ, പുറകെ കണ്ടോണേ ടൊയോട്ടയുടെ എംബ്ലം ആയിരിക്കും. കണ്ടോ എന്ത് നടക്കുന്നേ? ഒരു വണ്ടി 2 പ്രാവശ്യം. വാട്ട്സ് ഹാപ്പനിങ് ഹിയർ ഗൈസ്? ഇനിയിപ്പം നമ്മുടെ പച്ചവത്തി നമ്മൾ ഓടണം. നല്ല രസമാണ്. നമ്മുടെ നാട്ടിൽ ഈ സാധനമൊക്കെ കൊണ്ടുവരണം. അതാണെങ്കിൽ നമ്മളിങ്ങനെ നോക്കി ഓടുന്നു. ഇവിടെ ചില സ്ഥലത്ത് വർക്ക് ചെയ്യത്തുള്ളൂ, അത് വേറെ. ചില സ്ഥലത്ത് ചുമല കത്തി തന്നെ നിൽക്കാം. ഞങ്ങൾ ഒരു പ്രാവശ്യം പോയിട്ട് അവിടെ ഇങ്ങനെ നോക്കിയത്, അന്നേരം മനസ്സിലായി അത് അവിടെ ചുമല മാത്രമേ കത്തുള്ളൂ. അതല്ലേ ചിലയിടത്ത് ഇങ്ങനെ കത്തും, ചിലയിടത്ത് ചുമല മാത്രമേ. മേ ബി അത് ഓഫാക്കിയതായിരിക്കും രാത്രി ആയതുകൊണ്ട്. അപ്പോൾ നമ്മളിനി മെട്രോയിലോട്ട് നടക്കും. ഇവിടെ കാണാൻ മാത്രം ഇങ്ങനെ കുറേ കടകളുണ്ട് അല്ലേ? ഇന്ത്യക്കാരുടെ കുറേ കടകൾ, റെസ്റ്റോറൻറ്റ്, തുണിക്കട, സപ്ലൈക്കോ, പലചരക്ക്, അങ്ങനെ പൂക്കട, അങ്ങനെയെല്ലാം നമ്മുടെ അവിടുത്തെ ഒരു സ്മെല്ലും ഉണ്ടല്ലോ അല്ലേ?
അരിയുടെ എന്തോ ഒരു സ്മെല്ലും ഉണ്ട്. കറക്റ്റ് നമ്മുടെ അടുത്ത് ഫീല് തരും. കൊള്ളായിരുന്നു ഗൈസ്. കുറേ കടയിൽ പിന്നെ വിജയുടെ പാട്ടും അങ്ങനെ കറക്റ്റ് ഒരു തമിഴ്നാട്ടിൽ ചെന്ന് ഫീൽ ഉണ്ടായിരുന്നു. കൊള്ളായിരുന്നു. അപ്പോൾ നമ്മൾ ഏണ്ടൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരത്തെ എല്ലാം പൂളി ചാടണം അല്ലേ? നേരത്തെ അല്ലല്ലോ 8 മണിക്ക് 8 മണിക്ക് എത്തിയാൽ 10 മണി വരെ പോകുന്നുണ്ട്. അതിന് പോയി ചാടുക, ഒന്ന് ഫ്രഷപ്പ് ആവുക. ഇനി എന്നാൽ മെട്രോയിലോട്ട് പോട്ടെ ഗൈസ്. ഓക്കെ, ആളില്ല ഗൈസ്. മെട്രോയുടെ ആ മാളിൽ തന്നെ തിരിച്ച് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മെട്രോ കയറുന്നതാണ് ഏറ്റവും വലിയ ചാനൽ. അത് പഠിച്ച് ഒന്ന് സെറ്റ് അവിടെ ഇവിടെയൊക്കെ ഒന്നും മനസ്സിലായി വരാൻ വെച്ച് പാടാം മെട്രോയുടെ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വലിയ വിഷയമില്ല. ഇനി നമ്മളെ പ്ലാറ്റ്ഫോമിൽ ചെല്ലട്ടെ ഗൈസ്. മുകളിലാന്ന് തോന്നുന്നു. മാളിൽ ടോയ്ലറ്റിൽ കയറിയിട്ടുണ്ട്. ബ്രോയ്ക്ക് മുഖം കഴുകണമെന്ന് എന്നാന്ന് ചോദിച്ചപ്പം നമ്മൾ ഇത്ര നേരം പുറത്തു കൂടെ നടന്നതല്ലേ, മുഖമൊക്കെ അങ്ങ് വല്ലാണ്ടായി. ഗുഡ് സ്കിൻ കെയർ ബോയ്. ഞാനൊന്ന് കയ്യൊക്കെ മാറ്റി കേട്ടോ ഗൈസ്. ഓക്കെ, നടന്ന് നമ്മുടെ പ്ലാറ്റ്ഫോം എത്തി ഗൈസ്. ഇപ്രാവശ്യം തെറ്റിയില്ല അല്ലേ? ഇപ്രാവശ്യം തെറ്റിയില്ലല്ലോ. ഒറ്റ പ്രാവശ്യം ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ എപ്പോഴും പറ്റില്ല. ഇപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ടൈം എത്രയാകുമ്പോൾ 7 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു ഗൈസ്. ഇല്ല, ഈ വാച്ച് നമ്മുടെ നാട്ടിലെ ടൈമാണ്. 7:20. ഒരു മെട്രോ വന്ന് കിടപ്പുണ്ട് ഗൈസ്. അടുത്തേനും നമുക്ക് ധൃതിയൊന്നുമില്ല ഗൈസ്. നമുക്ക് അടുത്ത മെട്രോ ഇപ്പോൾ. ഇത് ഭയങ്കര ആളോ ഇതിലെല്ലാം ഒടുക്കത്തെ ആളോ ഇതുണ്ടോ. നമുക്ക് ഈ ഫാനുള്ളടത്ത് വല്ല നിൽക്കാം. ഭയങ്കര ആള് ഗൈസ്. അതൊന്നും നിൽക്കാൻ പോലും അടയില്ല. അതുപോലെ ആള് 5 മിനിറ്റ് ഇടവിട്ട് മെട്രോ തന്നെ നന്നായി മുടിഞ്ഞാണോ ഗൈസ് ഇതിനകത്ത്. അയ്യോ, നല്ല ചൂടുമോ പുറത്ത്. ഇതിനകത്ത് കയറിയപ്പോൾ ഒരു സുഖമുണ്ടല്ലേ, പ്രത്യേകിച്ച് ബ്രോയ്ക്ക്. അത് ഞങ്ങൾ ചെല്ലട്ടെ ഗൈസ്. നമ്മൾ കയറിയ മെട്രോയിൽ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ നമ്മുടെ സ്റ്റേഷനിൽ തന്നെ വന്ന് ഇപ്പം നമുക്ക് യാത്ര ചെയ്തപ്പം 2 റിങ്കറ്റാണ് അവർ പിടിച്ചത്. അവിടുന്ന് ഇവിടം വരെ കുറേ നമ്മളിതിപ്പോൾ നമ്മുടെ ഈ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ KJ5. അപ്പം നമ്മളെവിടുന്നാണ് കയറി. അപ്പോൾ ഇവിടം വരെ 2 രൂപ, 2.882 പൈസ അങ്ങനെ കണ്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ റൂമിൽ ചെല്ലുന്നു, ഡ്രസ് ചേഞ്ച് ചെയ്യുന്നു, കുളിച്ചാടുന്നു. ഇനി പൂളിൽ അവിടെ വെച്ച് കാണാം ഗൈസ്. ഓക്കെ, റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി നിൽക്കും. പ്രോ വരാൻ ഭയങ്കര താമസമാണ്. റോയ്ക്ക് ചാടാൻ മേല 5 ഇരിക്കലോ. ഒന്നത് AC ഓണാക്കിയിട്ട് ഇരിക്കുക. പുള്ളി ഇവിടേക്ക് വയ്യാണ്ടായി ഇത്ര നടന്നതിൻ്റെ ഒക്കെ. ഞാൻ സമ്മതിക്കുമോ? അങ്ങനെ വിട്ടാൽ പറ്റുമോ? നിർബന്ധിച്ച് ഉടനെ ടോയ്ലറ്റിൽ പോയിട്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ബുക്കും ഞാൻ വരാം 5 മിനിറ്റ്. എന്നാലും ഞാൻ താഴെ ചെന്നിട്ട് കാണിക്കാം കഴിച്ചിന്. പ്രോ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ഫോണം നോക്കിയത് പുള്ളി നോവല് വാങ്ങി. ഇതാണ് നമ്മൾ പുള്ളോട്ട് വന്ന വഴി. 6:09 സെക്യൂരിറ്റി വരും. ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റാണ്. പിന്നെ ഇവിടെ ഇതിനകത്ത് ടീഷർട്ട് ഇട്ട് ചാടാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പം മൊത്തം ഒരു 4 പൂളെങ്കിലും കാണുമല്ലോ ബ്രോ. കുറേ പൂളുണ്ട് കൈസ് ഇവിടെ. ഇഷ്ടംപോലെ അപ്പാർട്ട്മെൻ്റ് അല്ലേ, ഓരോ അപ്പാർട്ട്മെൻറ്റിന് ഇത്ര പൂളായിട്ട്. അതിന് പൂളിൽ ആരും ഇല്ല. പുളി അല്ലെങ്കിൽ ഒരു അപ്പച്ചൻ എപ്പോഴും വരുന്ന ഒരു ബ്രിട്ടീഷുകാരനാന്ന് തോന്നുന്നു. പുള്ളി എപ്പോഴും കാണുന്ന ഇവിടെ. പുള്ളി എപ്പോഴും വന്ന് നീന്തുന്ന എന്നും പോയിട്ട്. ചിലപ്പോൾ ടൈമായി കാണത്തില്ല. ഇതാണ് നമ്മുടെ പൂള് ഗൈസ്. ഫ്ലാഷ് ഓഫ് ആക്കിയിട്ട് കാണിക്കാം. എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ പൂള്? ഈ മണ്ടക്കോട്ട് കണ്ടോ? ഇതാണ് വ്യൂ. ഈ മണ്ടയ്ക്കൂന്ന് ഇങ്ങനെ ഈ വ്യൂ കണ്ടിട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വരുന്നത്. വാവ്, ഇത് പക്കാ വ്യൂ ആണ് ഗൈസ്. ഇപ്പോൾ ടോയ്ലറ്റിൽ പോയിട്ട് വരാം. ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് വരാം. എന്നെ ഓടാൻ വല്ല പ്ലാനുണ്ട്? അപ്പോൾ നമുക്ക് അവിടെ പാസ് എടുക്കും. അവിടെ നിന്ന് ഇറങ്ങാനോ. ഇതിവിടുത്തെ വാഷ്റൂം ഏരിയ. ഇതാണ് പൂള്. ഇനി ഇറങ്ങാൻ നേരം കാണിക്കാം ഗൈസ്. നമുക്ക് അവിടെ നിന്ന് ചാടാം. അയ്യോ, ഈ ചാലിലടിച്ച് ഇതിനകത്തോട്ട് തന്നെ വീഴും. ഇവിടെ വലിയ ആഴമില്ല. പിള്ളേർക്കോ വേണം ഇറങ്ങാമെന്ന്. പക്ഷെ പിള്ളേരൊക്കെ ഒന്ന് ഇതിനകത്ത് ഇറങ്ങുന്നത്. ഇതിനകത്ത് ആഴമുണ്ടെങ്കിൽ ഇത്ര കാണ്ടൊക്കെ ഉണ്ട്. ഇവിടെ കാണ്ട് എനിക്ക് തോന്നുന്നു ഇന്ന് ബ്രോ ശ്വാസം മുട്ടുമെന്നാണ് തോന്നുന്നത്. ഇതിനകത്ത് കിടന്ന് ശ്വാസം മുട്ടു? ഇല്ല. ഫുൾ കോൺഫിഡൻസ്. പറച്ചിലേട്ടത്തൊന്നും എനിക്ക് ഭയങ്കര നീന്തലറിയാം. എനിക്ക് നീന്തലേ അറിയത്തില്ല ഗൈസ്. എന്നിട്ട് എനിക്ക് ഇത്ര കോൺഫിഡൻസ്. പിന്നെ അങ്ങനെയാണല്ലോ. ഏത് ഫോണൊക്കെ വെച്ചാൽ ഒന്നും കാട് ഇതിനകത്ത് തന്നെ വെച്ചു. അപ്പോൾ ഗൈസ് ഇറങ്ങാൻ നേരം കാണിക്കേ. ഇത് പൂള് നിങ്ങൾ ശരിക്കും കണ്ടോ? കിടിലം പൂളാണ്. ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് വ്യൂ ആണ്.
ഇതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ ഇതുപോലെ ഇഷ്ടം പോലെ പൂളുണ്ട് കൈസ്. ഇതിൻ്റെ അപ്പുറം ഇപ്പറേ നമ്മുടെ കുറച്ച് മലയാളീസൊക്കെ അവരപ്പുറത്തെ ഒരു പൂള് ഇപ്പോൾ കാണിച്ചെന്ന് കഴിഞ്ഞാൽ അവർ ഈ ടൈം ഫുൾ ടൈം മാറണം. ഇനി ഇറങ്ങട്ടെ കൈസ്. അയ്യോ പോപ്പറ്റി വല്ലതും ഉണ്ടോ? ഇല്ല. താഴെ കാണിച്ചു തരാം കൈസ്. അയ്യോ ഇത്ര ആഴമുണ്ട് ഇല്ലേ? എൻ്റെ ഇത്രയുണ്ട്. റോഡെ ഇപ്പം അത്ര കാണത്തുള്ളൂ. ഫ്ലാഷ് ഇരട്ട കൈസ്. ചെറിയൊരു പേടിയില്ലാഴികയില്ല. അയ്യോ ഇത്ര ആളുണ്ടോ കേട്ടോ. അയ്യോ ഇങ്ങോട്ട് വന്നേ വിടാ അവിടുന്ന്. ആ പോ നടക്ക്. ചുമ്മാ നടന്നു അവിടുന്ന് വിട്. ചുമ്മാ നടന്നു നോക്ക് അങ്ങേറ്റം വരെ. എന്നിട്ട് ഒരു മനസ്സിലാവൂല എന്തോരെ. നമുക്ക് സൈഡിൽ കൂടെ അല്ല നടുക്കിൽ കൂടെ നോക്ക്. തട്ടിയൊന്നും വീഴത്തില്ല. അടി കല്ലൊന്നുമില്ല. ഒന്ന് മുങ്ങട്ട കൈസ്. അയ്യോ തണുപ്പില്ല, ഒട്ടും തണുപ്പില്ല. റോ പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്തേക്കാല്ലേ. അപ്പോൾ കൈസ് ഇനി പൂളിൽ കിടക്കട്ടെ കുറേ നേരം. ഇപ്പം ഒരു 8:15 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഇന്നത്തെ പരിപാടിയൊക്കെ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ അടുത്തൊരു വേറെ കിടിലും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൈസ്. അപ്പോൾ ഓക്കെ ബൈ.